ഹായ് ഇറ്റ്സ് മീ ഷെല്യാസ് ഫ്രോം കൂട്ട് ഡിസൈൻ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഓഫർ വീഡിയോ ആയിട്ടാണ്. അജ്രക്കിലെ കോട്ടൺ സ്യൂട്ട് സെറ്റ്സ് ആണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ഇഷ്ടമാവുന്ന പീസ് പെട്ടെന്ന് ആയിക്കോട്ടെ സ്ക്രീൻഷോട്ട് എടുക്കുക, എന്നിട്ട് താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്ത് ഓർഡർ പ്ലേസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇവരൊക്കെ ഗൂഗിൾ പേ ത്രൂ ആണ്, അതുപോലെ അക്കൗണ്ട് ട്രാൻസ്ഫർ പോസിബിൾ ആണ്, DTDC പോസ്റ്റൽ സൗകര്യം ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഓക്കെ നോക്കിയിട്ട് സെലക്ട് ചെയ്യുക. റീപ്ലേസ്മെന്റ് റീഫണ്ടിങ്ങിനാണ് ശ്രദ്ധിച്ച് പർച്ചേസ് ചെയ്യുക. ആദ്യം തന്നെ പറയട്ടെ, ഞാൻ ഇട്ടിട്ടുള്ള ചുരിദാറില്ല, വേറെ ഒന്നും കൊണ്ടല്ല. ചിലപ്പോൾ നമുക്ക് അതിന്റെ വീഡിയോസിൽ ഒരുപാട് മെസ്സേജസ് വരുമ്പോൾ അത് ബുദ്ധിമുട്ടാണ്, അപ്പോൾ അതുകൊണ്ടാണ് മുൻകൂട്ടി പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഈ ഐറ്റം ഇല്ല നമുക്ക്, പക്ഷേ ഇതിനോട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഐറ്റംസ് ഒക്കെ നമുക്ക് വരാനുണ്ട്. എന്തായാലും ഇപ്പൊ ഇതിന്റെയൊക്കെ ടൈമിലാകുമ്പോഴേക്കൊക്കെ എത്തും കേട്ടോ. അപ്പൊ ഇന്ന് ഓഫർ ഐറ്റം ആണ് 3 പീസ് സ്യൂട്ട് സെറ്റ്സ്, അതും പ്യുവർ കോട്ടണില് അജ്രക് ബ്ലോക്ക് പ്രിന്റ് ചെയ്തിട്ടുള്ള അടിപൊളി പീസാണ്. നോർമലി 2690 സെയിൽ ചെയ്യുന്ന പീസാണ്. ഇന്ന് ഓഫർ റേഞ്ച് 2090 കേട്ടോ. അപ്പോൾ ഓരോന്നായിട്ട് കണ്ടു തുടങ്ങാം. ഫസ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഒരു ഇൻഡിഗോ ഷെയ്ഡില് കുഞ്ഞ് ബൂട്ടാസ്, ഒരു കുഞ്ഞു ചെറിയ പ്രിന്റുകളാണ് വരുന്നത്. അജ്രക്കിന്റെ തന്നെ ചെറിയ പ്രിന്റ് വന്നിട്ട് ഓൾ ഓവർ അങ്ങനെയാണ് വരുന്നത്. നല്ല ഡീപ്പ് ഇൻഡിഗോ ഷെയ്ഡിലേക്ക് 3 പീസാണ്. ഡീപ്പ് ഇൻഡിഗോ ഷെയ്ഡിലേക്ക് കുഞ്ഞ് പ്രിന്റിന് ഒരു പ്രത്യേക ഭംഗിയാണ്. ശരിക്കും നമുക്ക് സ്റ്റിച്ച് ചെയ്തിരുന്ന സമയത്ത് നല്ലൊരു എന്താ പറയാ, വലിയ പ്രിന്റിനേക്കാളും വലുത് വെച്ചാൽ മൊത്തം ബഹറുള്ളതിനേക്കാളും രസം ഉണ്ടായിരിക്കും കുഞ്ഞി പ്രിന്റ് വിത്ത് ഗ്യാപ്പ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് ടോപ്പ് മെറ്റീരിയൽ വരുന്നത്. നോർമലി 2.5 പക്ഷെ ഇത് അതിൽ കൂടുതലുണ്ട്. നമുക്കൊരു 48, 49 ഒക്കെ ലെങ്ത് ഉണ്ടായിരിക്കും. 4XL സൈസുകളിൽ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ബോട്ടം വരുന്നത് ഒരു ലൈൻ പാറ്റേൺ ആണ്, മെറൂൺ കളർ. മെറൂൺ എന്ന് പറയുമ്പോൾ ഒരു ബ്രിക്ക് റെഡ് മിക്സ്ഡ് ആയിട്ടുള്ള മെറൂൺ ആണ്, ലൈൻ പാറ്റേൺ ആണ് വരുന്നത് കേട്ടോ. പിന്നെ അതിന് ദുപ്പട്ട വരുന്നത് 2.5 മീറ്റർ ആയിരിക്കും, പ്യുവർ കോട്ടൺ. ഈ അജ്രക് കോട്ടൺ ഒരു പ്രത്യേകത ഉണ്ട്, കുറച്ച് നല്ല എന്താ പറയാ, നല്ലൊരു കോട്ടൺ ആയിരിക്കും, ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും നമുക്കത് വെയർ ചെയ്യണ സമയത്ത്. പിന്നെ ഭയങ്കര വീതി, ഓവറായിട്ടുള്ള വീതിയുള്ള ദുപ്പട്ടല്ല, ഒന്നുകൂടെ നോർമൽ ഉള്ളതിനേക്കാളും ഒന്നുകൂടെ തിന്നാണ്, പക്ഷെ നല്ല കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്നതാണ്. വിത്ത് ടെസൽസ് ആണ്. 2090 കേട്ടോ. നെക്സ്റ്റ് വൺ വന്നിട്ട് അതിന്റെ തന്നെ ഓപ്പോസിറ്റ് കളർ ആയിട്ട് വരുന്നതാണ്. ടോപ്പ് ഒരു ബേക്ക്ഡ് ഓറഞ്ച് കളർ മിക്സ്ഡ് ആയിട്ടുള്ള, ബേക്ക്ഡ് ഓറഞ്ച് പറയാൻ പറ്റില്ല, ബ്രിക്ക് റെഡ് മിക്സ്ഡ് ആയിട്ടുള്ള ഒരു മെറൂൺ ആണ് വരുന്നത്. ചെറിയ ഇപ്പം ഞാൻ കാണിച്ചു തന്ന സെയിം ഒരു ചെറിയ പ്രിന്റ് ആണ് വരുന്നത് കേട്ടോ. ബ്ലോക്ക് പ്രിന്റ് ആണ്, ഫുള്ള് ഹാൻഡ് ബ്ലോക്ക് ആണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിൻ്റെതായ ഇംപെർഫെക്ഷൻസും കളറിൽ എന്താ പറയാ, നാച്ചുറൽ കളർ ആയത് കാരണം എല്ലായിടത്തും എന്താ പറയാ യൂണിഫോം ആയിട്ടുള്ള കളറും പ്രതീക്ഷിക്കരുത് കേട്ടോ. അതൊക്കെ ചെറിയ വേരിയേഷൻസ് എന്തായാലും ഉണ്ടായിരിക്കും. ഇതാണ് ബോട്ടം വരുന്നത്. ലൈൻ പാറ്റേണിൽ വരുന്ന ബോട്ടാണ്, ഇൻഡിഗോ ഷെയ്ഡാണ് വരുന്നത്. ദുപ്പട്ട 2.5 മീറ്റർ ഉണ്ടായിരിക്കും, വിത്ത് ടെസൽസ് ആണ്. പ്രീ ബുക്കിംഗ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഐറ്റം പ്രീ ബുക്കിംഗ് ഉണ്ടായിരിക്കും. പ്രീ ബുക്കിങ്ങിന്റെ ടൈം ഡ്യൂറേഷൻ വരുന്നത് 25 വർക്കിംഗ് ഡേയ്സ് ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇതാണ് ദുപ്പട്ട വരുന്നത്, ഇൻഡിഗോയിൽ ലൈൻ പാറ്റേൺ വിത്ത് ടെസൽസ് വരുന്നത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് സെയിം ഡിസൈനിൽ തന്നെ ഗ്രീൻ കളർ. ഗ്രീനിൽ നല്ലൊരു ഡീപ്പ് ഗ്രീൻ കളർ, ഡാർക്ക് ഗ്രീനിലേക്ക് നല്ലൊരു യെല്ലോ ഷെയ്ഡാണ് വരുന്നത് കേട്ടോ. അപ്പോൾ പ്രിന്റ് കുഞ്ഞി പ്രിന്റാണ്, ഇതിനെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ട്. പ്രിന്റ് ഇതുപോലെയാണ് വരുന്നത് കേട്ടോ. ഗ്രീൻ യെല്ലോ കോംബോ നല്ല രസമുണ്ട്. അതുപോലെ ടോപ്പിന്റെ ലെങ്ത് നമുക്കൊരു 48, 49 ഒക്കെ ലെങ്ത് ഉണ്ടായിരിക്കും. 4XL സൈസ് വരെ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഓക്കെ 4XL സൈസ് വരെ ചെയ്യാം. കോട്ടൺ ലൈനിങ് ഇതാണ് ഏറ്റവും ബെറ്റർ കേട്ടോ. ഇട്ട് കഴിഞ്ഞാൽ എപ്പോഴും അതിൻ്റെ ഫ്രഷ് ലുക്ക് ഉണ്ടായിരിക്കും. ഇതാണ് ബോട്ടം വരുന്നത്. ലൈൻ പാറ്റേൺ ആയതുകൊണ്ട് തന്നെ നന്നായിരിക്കും. ആംഗിൾ ലെങ്തോ പാരലലോ പലാസോ ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. ഇതാണ് ദുപ്പട്ട വരുന്നത്. ശരിക്കും നമ്മൾ മഞ്ഞളുണ്ടല്ലോ, മഞ്ഞൾ കൊണ്ടാണ് ഇതിൻ്റെ ഈ കളർ കൊടുക്കുന്നത്. പക്ഷെ നല്ലൊരു യെല്ലോ ആണ്, ഭയങ്കര ബ്രൈറ്റ് ആയിട്ടുള്ള യെല്ലോ അല്ല, വിത്ത് ഗ്രീൻ കോമ്പിനേഷൻ അടിപൊളിയാണ് കേട്ടോ. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് മഞ്ഞയും പച്ചയും കൂടെ ആയിട്ടുള്ള അജ്രക് കോട്ടൺസിന്റെ. പിന്നെ ഒരുപാട് പേര് കോട്ടൺ പ്രതീക്ഷിക്കുന്നുണ്ട് തോന്നുന്നു. എല്ലാ വീഡിയോയുടെ താഴെയും പേഴ്സണലായിട്ട് ഒരുപാട് മെസ്സേജ് വരാറുണ്ട്. അതും ഓഫർ റേഞ്ച് ആയപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഹാപ്പി ആയിട്ടുണ്ടാവും. നമ്മളെ എന്താ പറയാ ഷോപ്പിന്റെ ഉദ്ഘാടനം അനുബന്ധിച്ചിട്ടാണ് നമ്മളിപ്പോൾ ഈ ഓഫർ സെയിൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സ്ക്രീൻഷോട്ടിന്റെ ഗിവ് അവേ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ ഒരു നറുക്കെടുപ്പ് നമ്മളൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. അതിനുശേഷമായിരിക്കും 10 പേര് സെലക്ട് ചെയ്തിട്ടുള്ളത്, അതിന്റെ അപ്ഡേഷൻ തരാം കേട്ടോ. അടുത്തത് നല്ലൊരു ഷെയ്ഡാണ്, നല്ലൊരു യെല്ലോ കളറാണ്. യെല്ലോയിലേക്ക് നേരെ നമ്മളിപ്പോൾ കണ്ടതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് വിത്ത് നല്ല ഡാർക്ക് ഗ്രീനിൽ വരുന്ന ലൈൻ പാറ്റേണിൽ വരുന്ന ഒരു ബോട്ടം. അപ്പോൾ ആ ബോട്ടം വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ടോപ്പ് ചെയ്യണമെങ്കിൽ ചെയ്യാം, പക്ഷെ അങ്ങനെ വേണ്ട. നമുക്ക് ഇങ്ങനെ ഒരു സെറ്റ് പ്രത്യേകിച്ച് ഈ ഒരു ഓഫർ റേഞ്ചിൽ കിട്ടുമ്പോൾ ആരും മിസ് ചെയ്യേണ്ട എൻ്റെ ഒരു അഭിപ്രായമായിട്ട്. കാരണം ദുപ്പട്ടയ്ക്ക് നമുക്ക് മാത്രം കോട്ടൺ, അതിൻ്റെ ദുപ്പട്ട മാത്രം അത്യാവശ്യം നല്ല കോസ്റ്റ് വരുന്നതാണ്.
2500 600 ഒക്കെ പല റേഞ്ച്. സോറി 1600 പറഞ്ഞൊരു മാറിപ്പോയതാണ്. അതിനൊക്കെ റേഞ്ച് വരുന്നതാണ്. ഇതാണ് ദുപ്പട്ട വരുന്നത് വിത്ത് ടെസൽസ് ആണ് കേട്ടോ. ടെസൽ വെച്ചിട്ട് വിത്തൗട്ട് ടെസലാകുമ്പോൾ നമുക്കതിൽ ഒരു 100-150 ഒരു എക്സ്ട്രാ എമൗണ്ട് ലെസ് വരും വിത്തൗട്ട് ടെസലാണ്. പക്ഷെ ഞാൻ എല്ലാത്തിനും ടെസൽ എന്തായാലും എനിക്ക് നിർബന്ധമാണ്. അതിലൊരു കോംപ്രമൈസ് ചെയ്യരുത് പറയാറുണ്ട്. കാരണം ടെസൽ വരുമ്പോഴാണ് അതിൻ്റെ ആ ഒരു കംപ്ലീറ്റ് ലുക്ക് വരാറുള്ളൂ. അടുത്തത് ഐവറി ഷെയ്ഡിൽ വരുന്നതാണ്. ഐവറിയിലേക്ക് മെറൂണും ഇൻഡിഗോ ഒക്കെ മിക്സ്ഡ് ആയിട്ടുള്ളൊരു കോമ്പിനേഷനാണ് വരുന്നത്. ഇങ്ങനെ ടോപ്പിൻ്റെ പ്രിന്റ് വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ലെങ്ത് ഒരു 48 ലെങ്ത് ഉണ്ടായിരിക്കും. 4XL സൈസ് വരെ ചെയ്യാനായിട്ട് പറ്റും. ബോട്ടം വരുന്നത് ബ്ലാക്കിൽ നല്ല മെറൂൺ കളറും ഐവറിയും ഇൻഡിഗോ ഒക്കെ മിക്സ്ഡ് ആയിട്ടുള്ള ഇതാണ് കേട്ടോ. എനിക്ക് പാറ്റേൺ ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. നമ്മൾ ഫസ്റ്റ് ചെയ്തിരുന്ന സമയത്ത് ഈ ഒരു കാറ്റഗറിയിലുള്ള പ്രിന്റാണ് നമ്മൾ അന്ന് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെ കുഞ്ഞു പ്രിന്റ് ആയിട്ടുള്ളത്, അതുപോലെ ലൈൻ ദുപ്പട്ടകളൊക്കെ. ഓക്കെ, അപ്പോൾ ഇതാണ് ദുപ്പട്ട വരുന്നത്. ഈ ഐറ്റൊക്കെ നമുക്ക് ശരിക്കും ഫസ്റ്റ് നമുക്കിത് കാണുമ്പോൾ നമുക്ക് ഒരു ബെഡ്ഷീറ്റ് പോലെ അങ്ങനെ ഒരു വലിയൊരു ഇതൊന്നും വരും. പക്ഷെ ഇത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു നീറ്റ്നെസ്സും അതിൻ്റെ കംഫർട്ടബിളും ഒരു വേറെ ലെവലാണ്. അത്രയും നീറ്റായിരിക്കും. അടുത്തത് ജസ്റ്റ് ഇതിൻ്റെ തന്നെ ഓപ്പോസിറ്റ് കളർ വരുന്നതാണ്. ബ്ലാക്ക് കളറിൽ വരുന്ന ടോപ്പാണ്. അതിലേക്ക് ഇൻഡിഗോയും മെറൂൺ കളറും ഒക്കെ മിക്സ്ഡ് ആയിട്ടുള്ളൊരു പ്രിന്റാണ് വരുന്നത്. ബോട്ടം ജസ്റ്റ് ഓപ്പോസിറ്റ് ഐവറി ഷെയ്ഡ് കേട്ടോ. നമ്മൾ നേരത്തെ കണ്ടത് ബ്ലാക്ക് ആണല്ലോ ബോട്ടം വരുന്നത്. അപ്പോൾ ഇതാണ് ടോപ്പ് വരുന്നത്. ഓക്കെ, ടോപ്പിന്റെ ലെങ്ത് നമുക്കൊരു 48 ഒക്കെ ഉണ്ടായിരിക്കും. ചിലത് 49 ഉണ്ടായിരിക്കും. 4XL സൈസ് വരെ ചെയ്യാനായിട്ട് പറ്റും. ഇതാണ് ബോട്ടം വരുന്നത് കേട്ടോ. മെറൂണും ഐവറിയൊക്കെ മിക്സ്ഡ് ആയിട്ടുള്ള ബോട്ടം. ദുപ്പട്ട വരുന്നത് വിത്ത് ടെസൽസ് ആണ്. 2.5 മീറ്റർ ഉണ്ടായിരിക്കും. ഒന്നുകൂടെ ഭയങ്കര മാനേജബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ ഈ ഒരു കോട്ടൺ ദുപ്പട്ട എന്ന് പറയുന്നത്. പിന്നെ ആഫ്റ്റർ വാഷ് ഒന്നും പെട്ടെന്ന് ഷ്രിങ്ക് ആവുന്ന ഒരു കാറ്റഗറിയിൽ പെടുന്ന കോട്ടൺ അല്ല. അജ്രക് കോട്ടൺ എന്നുള്ളത് കുറച്ച് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു കോട്ടൺ മെറ്റീരിയൽ ആണ്. ഇല്ലാത്തവരൊന്നും എന്തായാലും പർച്ചേസ് ചെയ്യണം കേട്ടോ. അത്രയും കംഫർട്ടബിൾ, പ്രത്യേകിച്ച് നമുക്ക് ഈ ഒരു ക്ലൈമറ്റിലൊക്കെ ഇടാൻ പറ്റിയൊരു പീസാണ്. അടുത്തത് വേറൊരു ഡിസൈൻ, കുറച്ച് വലിയൊരു ഫ്ലോറൽ പ്രിന്റ് വരുന്നൊരു പാറ്റേൺ ആണ്. അതിൽ നല്ലൊരു യെല്ലോ ഷെയ്ഡാണ്. യെല്ലോയും ഗ്രീൻ കളറും കൂടെയാണ് കോമ്പിനേഷൻ വരുന്നത് കേട്ടോ. നല്ലൊരു പ്രിന്റ് ആണ് വരുന്നത് കേട്ടോ. അതിന്റെ ദുപ്പട്ടയും അതൊക്കെ ആണെങ്കിൽ ഒരു ലൈൻ ഡിസൈൻ ആണ്. അതും നല്ല ഭംഗിയായിട്ട് കാണാം. അപ്പോൾ ടോപ്പ് നല്ലൊരു യെല്ലോ ആണ്. ചിലപ്പോൾ വീഡിയോയിൽ കുറച്ച് ഭയങ്കര ബ്രൈറ്റ് ആയിട്ട് ഫീൽ ചെയ്യും. അങ്ങനെ ബ്രൈറ്റ് യെല്ലോ അല്ല, ഭംഗിയുള്ളൊരു യെല്ലോ വിത്ത് ഡാർക്ക് ഗ്രീൻ കളർ കോമ്പിനേഷനിലാണ് ഇത് വരുന്നത്. ടോപ്പും അതുപോലെ തന്നെ ബോട്ടവും ദുപ്പട്ട കേട്ടോ. ലൈൻ പാറ്റേൺ ആണ് വരുന്നത്. ദുപ്പട്ട വരുന്നത് 2.5 മീറ്റർ ആണ്. നല്ലൊരു നല്ല ഡാർക്ക് ഗ്രീൻ കളറിൽ ലൈൻ ആയിട്ട് ഒരു മെറൂൺ കളറും അതുപോലെ തന്നെ യെല്ലോ ഷെയ്ഡൊക്കെ മിക്സ്ഡ് ആയിട്ടുള്ളതാണ് കേട്ടോ വിത്ത് ടെസൽസ്. ഇതാണ് ദുപ്പട്ട വരുന്നത്. ഇതാണ് ബോട്ടം വരുന്നത്. ഓക്കെ, അടുത്തത് ഇതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ഷെയ്ഡാണ്. ഗ്രീൻ കളറിൽ ടോപ്പും യെല്ലോ കളറിൽ ബോട്ടവും വന്നിട്ട്. ബോട്ടവും ദുപ്പട്ടയും യെല്ലോ ഷെയ്ഡിൽ കേട്ടോ. ഈ ഡിസൈൻ നല്ല രസമാണ്. സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് വലിയ പ്രിന്റ് ആണെങ്കിലും കുറച്ച് ഗ്യാപ്പ് ഇട്ടുള്ള പ്രിന്റ് ആണ്. പിന്നെ ഒരു ഫ്ലോറൽ പ്രിന്റ് ആയ കാരണം നല്ല ഒരു ലുക്ക് ഉണ്ട്. അപ്പോൾ 48 ലെങ്ത് 4XL സൈസ് ആണ് വരിക. നല്ല കോട്ടൺ ആണ്. അതിലേക്ക് ലൈൻ പാറ്റേണിൽ വരുന്നൊരു ബോട്ടം, പാരലലോ അതുപോലെ ആംഗിൾ ലെങ്ത്തോ നമുക്ക് എന്താ കംഫർട്ടബിൾ വരെ ചെയ്യാൻ പറ്റുന്നതാണ്. ലൈൻ പാറ്റേൺ ആകുമ്പോൾ ബോട്ടത്തിനും ടോപ്പുകൾക്കൊക്കെ ലൈൻ ഡിസൈൻ ഒരു ഭംഗി തന്നെയാണ്. ഇതാണ് ദുപ്പട്ട വരിക. നല്ലൊരു യെല്ലോ ആണ്. യെല്ലോ ആൻഡ് ഗ്രീൻ കളറിൽ വരുന്ന സൂപ്പർ പീസാണ് കേട്ടോ. അടുത്തത് സെയിം തന്നെ കളർ ചേഞ്ച് വരുന്നതാണ്. ഐവറി ഷെയ്ഡ് കേട്ടോ. ഐവറിയിലേക്ക് ഇൻഡിഗോ കളറിൽ വരുന്ന ഫ്ലോറൽ പ്രിന്റ് ആണ് വിത്ത് ബ്ലാക്ക് കളർ കോമ്പിനേഷനിൽ കേട്ടോ. ഓക്കെ, നമുക്ക് ലെങ്ത് 48 ആയിരിക്കും. 4XL സൈസ് വരെ ചെയ്യാനായിട്ട് പറ്റും. കോട്ടൺ ലൈനിങ് ആണ് ബെസ്റ്റ് ആയിട്ട് ഇരിക്കുക. കോട്ടൺ ലൈനിങ് യൂസ് ചെയ്താൽ മതി. ലൈനിങ് വെക്കുകയാണ് ഏറ്റവും ബെറ്റർ കേട്ടോ. വിത്തൗട്ട് ലൈനിങ് ആകുമ്പോൾ നമ്മൾ 2 തവണയൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു ഡൾ ഇതിലേക്ക് വരും. പ്രത്യേകിച്ച് സ്ലീവിൻ്റെ ഏരിയ ഒക്കെ ഭയങ്കരമായിട്ട് നമ്മൾ വേറെ സമയത്ത് ഇങ്ങനെ അങ്ങനെ പോവും. കീറിപ്പോവും ചെയ്യും, കയറിപ്പോവും ചെയ്യും. രണ്ടും മേലേക്ക് ഒരു ഫിനിഷിങ്ങിൽ കിടക്കില്ല. അപ്പോൾ ഇതാണ് ദുപ്പട്ട വരുന്നത്. ബോട്ടം ലൈൻ ഡിസൈനിൽ വരുന്നത് കേട്ടോ. അടിപൊളി പീസാണ്. നെക്സ്റ്റ് ഇതിൻ്റെ തന്നെ നമ്മൾ ടസറിൽ ചെയ്തിട്ടുണ്ട് ഈ ഒരു പ്രിന്റ് വരുന്നത്. എനിക്ക് കണ്ടപ്പോൾ പെട്ടെന്ന് അത് ഓർമ്മ. ടസർ സിൽക്കിൽ ഈ ഒരു പ്രിന്റ് ചെയ്തിട്ടുണ്ട്. അടുത്ത ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് ബ്ലാക്ക് കളറിൽ ടോപ്പ് വരുന്നിട്ട് ഐവറി ഷെയ്ഡിൽ ബോട്ടം ദുപ്പട്ട വരുന്നതാണ് കേട്ടോ. ഐവറി ഷെയ്ഡിൽ ഇത് വരുന്നതാണ്. ലൈനാണ് ബോട്ടം വരിക. ദുപ്പട്ട ഐവറി ഷെയ്ഡിൽ കേട്ടോ. വിത്ത് ടെസൽസ് ആണ്. 2.5 മീറ്റേഴ്സ് ഉണ്ടായിരിക്കും. നല്ല കംഫർട്ടബിൾ ആണ്. ഓക്കെ, നല്ല പീസാണ് കേട്ടോ.
ഇതാണ് ബോട്ടം വരിക. അടുത്തത് ഓഫർ റേഞ്ച് ആയതുകൊണ്ട് തന്നെ ഞാനിതിൽ പ്രീ ബുക്കിംഗ് പ്രതീക്ഷിക്കുന്നത്. പ്രീ ബുക്കിംഗ് ഉണ്ടെങ്കിൽ നമ്മുടെ ടൈം ഡ്യൂറേഷൻ വരെ 25 വർക്കിംഗ് ഡേയ്സ് ആണ്. 25 to 30 വർക്കിംഗ് ഡേയ്സ്. ഇതൊന്നും നമുക്ക് എന്താ പറയാൻ പറ്റില്ല, കറക്റ്റ് ഇത്ര ടൈമിൽ കിട്ടും എന്നുള്ളത് അത് ഇത്രയും ഡിലേ ആക്കിയിട്ട് പറയണത് കേട്ടോ. അപ്പൊ ഇതാണ് മെറൂൺ കളറിൽ വരുന്നത്. മെറൂൺ എന്ന് പറയുമ്പോൾ ഒരു ബ്രിക്ക് റെഡ് മിക്സ്ഡ് ആയിട്ടുള്ള ഒരു മെറൂൺ ആണ്. അതിലേക്ക് നല്ലൊരു ഇൻഡിഗോ, ഡീപ്പ് ഇൻഡിഗോയിൽ വരുന്ന ബോട്ടം. ലൈൻ പാറ്റേൺ ആണ്. ദുപ്പട്ടയും അതുപോലെ ലൈൻ പാറ്റേണിൽ പല്ലു ഏരിയയിൽ നമ്മുടെ ടോപ്പിനോട് സിമിലർ ആയിട്ടുള്ള ബ്ലോക്ക് പ്രിന്റ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ഫുൾ അജ്രക് ബ്ലോക്ക് പ്രിന്റ് ആണ്. ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് ആണ്, അല്ലാണ്ട് സ്ക്രീൻ പ്രിന്റോ ഒന്നുമല്ല. ഹാൻഡ് ബ്ലോക്ക് ചെയ്തിട്ടുള്ള പ്രിന്റുകളാണ് കേട്ടോ. ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് ആണ്. നെക്സ്റ്റ് ഇതിന്റെ തന്നെ ഇൻഡിഗോ ഷെയ്ഡിൽ വരുന്നതാണ്. ജസ്റ്റ് അതിന്റെ ഓപ്പോസിറ്റ് ഷെയ്ഡിൽ വരുന്നത് കേട്ടോ. അപ്പോൾ ലെങ്ത് നമുക്കൊരു 48 to 49 ഉണ്ടായിരിക്കും. 4XL സൈസ് വരെ ചെയ്യാനായിട്ട് പറ്റും. നല്ല കംഫർട്ടബിൾ ആണ് കോട്ടൻ്റെ. നമുക്ക് ജസ്റ്റ് സ്റ്റിച്ച് ചെയ്തിട്ട് ബാക്കിലും ബാക്ക് സൈഡിലൊക്കെ ഒരു ടെക്കൊക്കെ ഇട്ടിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല നീറ്റായിട്ട് കിടക്കും. പിന്നെ പ്രത്യേകിച്ച് ബോട്ടം ലൈൻ ഡിസൈനൊക്കെ നല്ല രസമായിരിക്കും. അപ്പൊ ദുപ്പട്ട വരുന്നത് 2.5 മീറ്റർ ആണ്. മെറൂണിൽ ഒരു ലൈൻ പാറ്റേണിൽ വരുന്ന ദുപ്പട്ട. ബോർഡർ പോർഷനിൽ നമ്മുടെ ടോപ്പിന്റെ സിമിലർ പ്രിന്റ് വരുന്നുണ്ട് കേട്ടോ. ഇതാണ് ബോട്ടം വരിക. ഓക്കെ, നല്ല ഓഫർ റേറ്റ് ആണ്. ഇനാഗുറേഷൻ സ്പെഷ്യൽ ഓഫറാണ് കേട്ടോ. അടുത്തത് ചെറിയൊരു എന്താ പറയുക, ചെറിയൊരു ഒരു ഡിസൈൻ ആയിട്ടുള്ള ഇതുപോലെ വരുന്നൊരു പ്രിന്റ് ആണ് വരുന്നത്. കളർ കോമ്പിനേഷൻസ് ഒക്കെ നമ്മളിപ്പോൾ കാണിച്ചതിൻ്റെയൊക്കെ സിമിലർ തന്നെയാണ്. ഇന്ന് കാണിക്കുന്നത് 3 ഡിസൈനാണ് കേട്ടോ. 3 ഡിസൈനാണ് കാണിക്കുന്നത്. 3ൻ്റെയും കളർ ചാർട്ടുകൾ സിമിലർ ആണ്. ഇത് 3rd ഡിസൈൻ ആണ് വരുന്നത്. നമുക്ക് ലെങ്ത് ഒരു 48 to 49 ആയിരിക്കും. ലെങ്ത് 4XL സൈസ് ഉണ്ടായിരിക്കും. ഡീപ്പ് ഇൻഡിഗോ ആണ് ടോപ്പിന്റെ ഷെയ്ഡ് വരുന്നത്. ബോട്ടം നോക്കി നോക്കിയേ, ഇതുപോലെ ഒരു ലൈൻ വിത്ത് എന്താ പറയാ, ശരിക്കൊരു ഇങ്ങനെ ലീഫ് ഇങ്ങനെ ഓരോ നോട്ട്സിൽ ഇങ്ങനെ വരുന്ന പോലെ അങ്ങനെ ഒരു ഡിസൈനാണ് വരുന്നത്. പിന്നെ ദുപ്പട്ട വരുന്നത് 2.5 മീറ്റർ ആയിരിക്കും വിത്ത് ടെസൽസ്. ഓക്കെ, ഇതാണ് ദുപ്പട്ട വരുന്നത് കേട്ടോ. ഇത് ബോട്ടം. ആ ബോട്ടത്തിന്റെ പീസ് വെച്ചിട്ട് നമുക്കൊരു നെക്ക് പാറ്റേണോ കൊടുത്തിട്ട്, ഇപ്പൊ നെക്കിനൊരു സ്ക്വയർ ഡിസൈനോ കൊടുത്ത് നമുക്ക് പ്ലെയിൻ ആക്കി ചെയ്യാണ്ട് നെക്കിനൊരു സ്ക്വയർ ഡിസൈനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു യു പാറ്റേണോ സ്ലിറ്റിന്റെ ഏരിയയിലൊക്കെ കൊടുത്ത് ചെയ്യുകയാണെങ്കിൽ ഒന്നും കൂടെ അതെന്തായിരിക്കും ഭംഗി കൂടും. പ്ലെയിൻ ടോപ്പ് മാത്രം ചെയ്യാതെ ബോട്ടവും അതുപോലെ തന്നെ ബോട്ടത്തിന്റെ പീസ് വെച്ചിട്ട് ടോപ്പിലേക്ക് എന്തെങ്കിലും ഇൻക്ലൂഡ് ചെയ്യുക. കാരണം അത്യാവശ്യം മെറ്റീരിയൽ ഉണ്ടായിരിക്കും ബോട്ടത്തിൽ. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് ചെയ്യാനായിട്ട് പറ്റും. ഒന്നുകൂടെ ഗ്രാൻഡ് ആക്കുക. അടുത്തത് വരുന്നത് മെറൂൺ കളറാണ്. ഇപ്പൊ നമ്മൾ കണ്ട സെയിം പ്രിന്റ് തന്നെയാണ്. നല്ലൊരു ബ്രിക്ക് റെഡ് മിക്സ്ഡ് ആയിട്ടുള്ള ഒരു മെറൂൺ ഷെയ്ഡാണ്. അതിലേക്ക് ഇൻഡിഗോ ഷെയ്ഡിൽ വരുന്ന, അതും ഡീപ്പ് ഇൻഡിഗോ ഷെയ്ഡിൽ വരുന്ന ഒരു ബോട്ടം. ഓക്കെ, ഇതുപോലെ വരുന്നൊരു ഡിസൈനാണ് വരുന്നത്. 2.5 മീറ്ററിൽ വരുന്ന ദുപ്പട്ടയാണ്. ബോർഡർ ഏരിയയിലേക്ക് ടോപ്പിന്റെ സെയിം പ്രിന്റ് വരുന്നതാണ് കേട്ടോ. വിത്ത് ടെസൽസ് ആണ്. ഇങ്ങനെയാണ് ദുപ്പട്ട വരിക വിത്ത് ബോട്ടം. അടുത്തത് എന്താ നിങ്ങളെ പേഴ്സണൽ ഒരു ഫേവറേറ്റ് ആയ ഡ്രസ്സായിരിക്കും ഇത്. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കംഫർട്ടബിൾ, നമുക്ക് സത്യം പറഞ്ഞാൽ എത്ര റേഞ്ചിലെ ഡ്രസ്സും നമുക്ക് ഇടാൻ കംഫർട്ടബിൾ അല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തെങ്കില്ല എങ്ങോട്ടും പോകുമ്പോൾ പ്രിഫർ ചെയ്യില്ല അല്ലേ എടുത്തിടാൻ വേണ്ടിയിട്ട്. പക്ഷെ ചിലത് നമുക്ക് സ്റ്റിച്ച് ചെയ്തത് നല്ലതാണ്, നമുക്ക് ഭയങ്കര കംഫർട്ടബിൾ ആണെങ്കിൽ അത് എത്ര പ്രാവശ്യം ഇട്ട് കഴിഞ്ഞാലും നമുക്ക് എന്തായിരിക്കും വീണ്ടും നമ്മൾ കബോർഡ് തുറന്ന് ചെക്ക് ചെയ്യുന്ന സമയത്ത്, ഇത് മുടി വരും, കബോർഡ് തുറന്ന് ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് വീണ്ടും അത് എടുത്തിടാനായിട്ട് തോന്നും. ആ ഒരു കാറ്റഗറിയിൽ വരുന്നൊരു ഐറ്റാണ് ഈ അജ്രക് കോട്ടൺസ് വരുന്നത് കേട്ടോ. അപ്പൊ ഇതാണ് ബോട്ടം വരുന്നത്. നല്ലൊരു യെല്ലോ ഷെയ്ഡ്, ഭംഗിയുടെ ഒരു യെല്ലോ ഷെയ്ഡാണ് വരുന്നത്. ദുപ്പട്ടയും അതുപോലെ തന്നെ നല്ലൊരു ഷെയ്ഡാണ്. അതും ഇന്ന് 3 പീസ് സെറ്റാണ് കേട്ടോ. നോർമലി നമ്മൾ കോട്ടൺസ് ചെയ്യുമ്പോൾ അധികം നമ്മൾ സെറ്റാണ് ചെയ്യാറല്ലേ. മുഡാൻ സിൽക്കിലാണ് അങ്ങനെ സെറ്റ് എല്ലാം ചെയ്യാറുണ്ട്. അപ്പൊ ഇതാണ് ബോട്ടം വരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞത് വെച്ചാൽ ഇതിന്റെ പീസ് കട്ട് ചെയ്ത് നമുക്ക് നെക്കിനും അങ്ങനെ സ്ക്വയർ പോർഷൻസ് ഒക്കെ കൊടുത്തിട്ട് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. ഒന്നുകൂടെ ഗ്രാൻഡ് ഔട്ട് ഐറ്റം. എല്ലാം നിങ്ങൾക്ക് എന്തെങ്കിലും ഹാൻഡ് വർക്ക് എന്തെങ്കിലും ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ അങ്ങനെ നമ്മൾ പറഞ്ഞാൽ അതും ചെയ്തു തരും കേട്ടോ. അടുത്തത് ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. ടോപ്പ് യെല്ലോ വന്നിട്ട് ബോട്ടം ഗ്രീൻ കളറും യെല്ലോ ഒക്കെ മിക്സ്ഡ് ആയിട്ടുള്ളത്. ഓക്കെ, ഡിസൈനൊക്കെ സിമിലർ ആണ്. കോമ്പിനേഷൻ അല്ല, ഇപ്രാവശ്യം ടോപ്പാണ് യെല്ലോ ഷെയ്ഡ് വരുന്നത്. നല്ല ഭംഗിയുള്ള യെല്ലോ ആണ്, ഭയങ്കര ബ്രൈറ്റ് യെല്ലോ അല്ല കേട്ടോ. നെക്സ്റ്റ് ഡാർക്ക് ഗ്രീനിൽ വരുന്ന ബോട്ടം. ദുപ്പട്ട വരുന്നതും ഡാർക്ക് ഗ്രീനിലാണ് വിത്ത് ടെസൽസ്. 2.5 മീറ്റേഴ്സ് ആണ് ഉണ്ടായിരിക്കുക. നല്ല എന്താ പറയാ, കൂടുതൽ വീതി ഉള്ളതല്ല. നമുക്കൊരു 40-42 ആയിരിക്കും വിടുത്ത് വരിക കേട്ടോ. ഇതാണ് ദുപ്പട്ട വരുന്നത്.
സോറി ഇതാണ് ബോട്ടം വരുന്നത് കേട്ടോ. അടുത്തത് ഇതിന്റെ ഐവറി ഷെയ്ഡാണ്. ഐവറി ടോപ്പും ബ്ലാക്ക് കളറിൽ ഡ്രസ്സ് കേട്ടോ. ബ്ലാക്ക് കളറിൽ ബോട്ടവും അതുപോലെ തന്നെ ദുപ്പട്ട കേട്ടോ. ഐവറിയിലേക്ക് ഒരു ഇൻഡിഗോയും അതുപോലെ തന്നെ ഒരു മെറൂൺ കളർ, ഒരു ബ്രിക്ക് റെഡ് മിക്സ്ഡ് ആയിട്ടുള്ള മെറൂൺ ഷെയ്ഡും കൂടെയാണ് കോമ്പിനേഷൻ ആയിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, ഇതാണ് ടോപ്പ് വരുന്നത്. 48 ആയിരിക്കും ലെങ്ത്. 4XL സൈസ് വരെ ചെയ്യാനായിട്ട് പറ്റും. ഡീപ് ബ്ലാക്കിലേക്ക് മെറൂണും ഇൻഡിഗോയും വരുന്നൊരു ഒരു ലൈൻ പാറ്റേണിൽ വരുന്നൊരു പ്രിന്റ് ആണ് ബോട്ടത്തിലേക്ക് വരുന്നത്. സിമിലർ തന്നെ ടോപ്പിൻ്റെ ദുപ്പട്ടയുടെ ഫ്രണ്ട് പോർഷനും വരുന്നത്. നല്ല ഡിസൈൻ ആയിട്ടത്. ഇതാണ് ദുപ്പട്ട വരുന്നത്. അടിപൊളി പീസാണ് ബോട്ടം. നെക്സ്റ്റ് ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് ഇതിന്റെ ടോപ്പ് വരുന്നത്. ബ്ലാക്കും ഐവറി കളറിൽ വരുന്ന ബോട്ടം ആൻഡ് ദുപ്പട്ട. ഓക്കെ, അപ്പോൾ 48 to 49 ആയിരിക്കും ലെങ്ത്. 4XL സൈസ് ഉണ്ടായിരിക്കും. ഇത് ആക്ച്വൽ ഹാൻഡ് ബ്ലോക്ക് പ്രിന്റിൽ വരുന്നതാണ്. സ്ക്രീൻ പ്രിന്റോ അങ്ങനെയൊന്നുമല്ല, മെഷീൻ പ്രിന്റോ ഒന്നുമല്ല. സ്ക്രീൻ പ്രിന്റിൽ അല്ലെങ്കിൽ അങ്ങനെയൊന്നും വരുന്നതല്ല കേട്ടോ. പക്കാ ബ്ലോക്ക് പ്രിന്റിൽ വരുന്നതാണ്. ബോട്ടം വരുന്നത് ഐവറിയും അതുപോലത്തെ ഇൻഡിഗോ മെറൂണൊക്കെ മിക്സ്ഡ് ആയിട്ടുള്ളതാണ്. ദുപ്പട്ട 2.5 മീറ്റേഴ്സ് ആണ് വിത്ത് ടെസൽസ്. സെയിം നമ്മുടെ ബോട്ടത്തിന്റെ സെയിം പ്രിന്റ്. ബോർഡർ പാർട്ടിലേക്ക് ടോപ്പിന്റെ ഒരു പ്രിന്റ് വരുന്നത് കേട്ടോ. അപ്പൊ അത്രയും ഡിസൈൻസ് ആണ്. 3 ഡിസൈൻസ് ആണ് കാണിച്ചത്. 5 കളേഴ്സ് വന്നത്, 6 കളേഴ്സ് കേട്ടോ ടോട്ടൽ ഉള്ളത്. അപ്പൊ പെട്ടെന്ന് ആയിക്കോട്ടെ, സ്ക്രീൻഷോട്ട് എടുക്കുക, താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ. അപ്പോൾ വേറൊരു കാര്യം പറയാനുള്ളത്, നോർമൽ നമ്മൾ രാവിലെ 10 മണിക്കും അതുപോലെ ഉച്ചയ്ക്ക് 1 മണിക്കുള്ള വീഡിയോസ് വരാറുണ്ട്. അപ്പോൾ ഒരുപാട് പേരിന് ഇപ്പോൾ ഫംഗ്ഷൻസിൻ്റെ ടൈമാണ്, അതുപോലെ തന്നെ ഇതിൻ്റെ ടൈമാണ്. അപ്പോൾ കുറച്ചൊരു ഒരു വെറൈറ്റി കളക്ഷൻസ്, ഒരു പ്രീമിയം ലെവലിൽ വരുന്ന ഐറ്റംസ് കാണിക്കുമോ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നോർമൽ ഞാൻ വീഡിയോസിൽ ചെയ്യുന്ന സമയത്ത് പ്രീമിയം കാണിക്കുമ്പോൾ എല്ലാവർക്കും അത് അഫോർഡ് ചെയ്യില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് മെസ്സേജസ് വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചത് സ്പെഷ്യലായിട്ടൊരു ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് കരുതിയിട്ടാണ്. വൈകിട്ട് 4 മണിക്ക് ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്രീമിയം ആയിട്ടുള്ള കുറച്ച് കളക്ഷൻസ് മാത്രം, അതും കൂടുതൽ എന്തുണ്ടാവില്ല, സ്റ്റോക്കായിട്ട് ചെയ്യുന്നതല്ല, സെലക്റ്റീവായിട്ട് കുറച്ച് മാത്രമായിട്ട് ചെയ്യുന്ന ഐറ്റമാണ്. അപ്പോൾ അതിൽ ബൾക്ക് ഓർഡേഴ്സ് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ബൾക്ക് ഓർഡർ പ്രതീക്ഷിക്കില്ല വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയല്ല, കുറച്ച് പ്രീമിയം ലെവലിൽ വരുന്നതാണ്. അപ്പോൾ അതിൻ്റെ കൂടുതൽ കളക്ഷൻസ് ആകുമ്പോൾ ഒരുപാട് ഒരു ഇതുണ്ടാവില്ലല്ലോ, അതിനൊരു യുണീക്കായിട്ട് ഫീൽ ചെയ്യില്ലല്ലോ. അപ്പോൾ അങ്ങനത്തെ കുറച്ച് നല്ല റെയർ പീസസ് ആണ് കാണിക്കുന്നത്. അത് വൈകിട്ട് 4 മണിക്ക് ഞാൻ പ്ലാൻ ചെയ്തത്. നിങ്ങൾക്ക് ഇനി നിങ്ങളുടെ അഭിപ്രായം പറയട്ടെ. ഇനി ഇപ്പോൾ 4 മണിക്കല്ല, അത് ആ ടൈമിൽ നമുക്ക് ഓക്കെ അല്ല, വേറൊരു ടൈമിലേക്ക് വെക്കുന്നത്, നമുക്ക് ആ ഒരു ടൈം അനുസരിച്ചിട്ട് അങ്ങനെ ചേഞ്ച് ചെയ്ത് വെക്കാം. എന്നിട്ട് നല്ല അടിപൊളി കളക്ഷൻസ് ആയിരിക്കും. വെറൈറ്റി മെറ്റീരിയൽ സ്യൂട്ട് സെറ്റ്സ് ആയിരിക്കും ഞാൻ കാണിക്കാൻ പ്ലാൻ ചെയ്യുന്നത് കേട്ടോ. അങ്ങനെയാണ് പ്ലാൻ. അതുപോലെ തന്നെ നാളെ ഉണ്ടാവില്ല, മൺഡേ തൊട്ടിട്ടായിരിക്കും വീഡിയോസ് ഉണ്ടായിരിക്കുക ആ ഒരു കാറ്റഗറിയിൽ വരുന്നത്. അതുപോലെ ഡിസൈനർ വെയർ ഐറ്റംസ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് കാണിക്കുന്നില്ല. ഒരുപാട് പേര് എന്താ ഇത് കാണിക്കാത്തത്, നിർത്തിയോ, ഡിസൈൻ ചെയ്യുന്നില്ല എന്ന് ചോദിച്ചിട്ടൊക്കെ മെസ്സേജ് വരുന്നത്. ആക്ച്വലി നമ്മുടെ ഷോപ്പിന്റെ ഇതൊക്കെ ആയ കാരണം കുറച്ച് എന്താ പറയാ തിരക്കായ കാരണമായിരുന്നു അത് അങ്ങനത്തെ വീഡിയോസ് ആയിട്ട് കാണിക്കാത്തത് കേട്ടോ. കസ്റ്റമേഴ്സിന്റെ ഞാൻ അപ്പോഴേക്കപ്പോൾ കൊടുക്കരുത്. അപ്പോൾ ഇനി ഞാൻ ഉദ്ദേശിച്ചത് വെച്ചാൽ അതും അതുപോലെ തന്നെ നമ്മൾ ഡിസൈൻ ചെയ്ത ഒരു ദിവസം ഒരു ഡിസൈൻ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു പ്ലാനാണ്. അപ്പോൾ അതും ഇതുപോലെ ഒന്നുകിൽ ഷോർട്സ് ആയിട്ട് അല്ലെങ്കിൽ ആ ഷോർട്സിനോട് റിലേറ്റ് ചെയ്തിട്ട് ജസ്റ്റ് ഒരു വോയിസ് ഓവർ കൂടെ കൊടുത്തിട്ട് അങ്ങനെ ചെയ്യാനൊരു പ്ലാൻ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ടൈമും നിങ്ങളൊന്ന് ജസ്റ്റ് നിങ്ങൾക്ക് ഒന്നും കൂടെ എന്താ പറയുക കൺവീനിയൻ്റ് ആയിട്ടുള്ള ടൈം ഉണ്ടായിരിക്കുമല്ലോ, ഇന്ന ടൈമിലേക്ക് ഒന്നുകൂടെ കാണാൻ ഈസി ആയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ടൈം നമ്മൾ പറയുകയാണെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ഷെഡ്യൂൾ ചെയ്യാന്ന് എഴുതിയിട്ടാണ്. അപ്പോൾ ടൈമിന്റെ ഇതൊന്നും മറക്കണ്ട. ടൈമൊക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചൊന്ന് പറയാം കേട്ടോ. അപ്പൊ അത്രേ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഗീവ് അവേയുടെ വിന്നർ നമ്മളൊരു ഒരു 5 to 6 ഡേയ്സിനുള്ളിൽ നമ്മളത് അനൗൺസ് ചെയ്യും കേട്ടോ, ആരാണെന്നുള്ളത്. നറുക്കെടുപ്പ് ജസ്റ്റ് വെക്കാതെ, കാരണം ഒരുപാട് പേര് ആക്ച്വലി എൻ്റെ താഴെ കൊടുത്തിട്ട് നമ്പർ വേറെ ആണെങ്കിലും എൻ്റെ ഫോണിലേക്കും ഷോപ്പിന്റെ നമ്പറിലേക്കും ഒക്കെ മെസ്സേജ് സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്തതൊക്കെ വരാറുണ്ട്. എല്ലാവരും വെച്ചിട്ട് ഒരു നറുക്കെടുപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിൽ നിന്നൊരു 10 പേരെയാണ് സെലക്ട് ചെയ്യുന്നത്. അവർക്കായിരിക്കും നമ്മുടെ പ്രൈസ് ഉണ്ടായിരിക്കുക കേട്ടോ. അപ്പൊ അത്രയാണ്. അപ്പൊ ടൈമിന്റെ കാര്യങ്ങൾ ആരും മറക്കണ്ട. നിങ്ങൾക്ക് ഓക്കെ ആയിട്ടുള്ളൊരു ടൈം പറയുക, അതാകുമ്പോൾ ഒന്നുകൂടെ എനിക്ക് ഈസിയാണ്. അപ്പൊ അത്രേ ഉള്ളൂ. നെക്സ്റ്റ് ഡിസൈൻ വരാം. അതുവരേക്കും ബൈ.